ഹായ് നമസ്കാരം. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഓഡിയോ ഗ്രൂപ്പിലേക്ക് ഇടാൻ പറഞ്ഞിട്ട് പല കൂട്ടുകാരും അത് ചെയ്ത് കാണുന്നില്ല. അതെന്താ പേടി കൊണ്ടാണ്? നിങ്ങളുടെ കിഡ്നിയോ ഒന്നും അല്ലല്ലോ ചോദിക്കുന്നത്. നിങ്ങളുടെ തന്നെ സ്വന്തം വോയിസിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്നുള്ളൊരു ഓഡിയോ ഇടാനാണ് പറഞ്ഞത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. കാരണം നിങ്ങളുടെ ഫിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇതെല്ലാം ഓവർകം ചെയ്യാനായിട്ടാണ് നിങ്ങളോട് ഇത് ചെയ്യാൻ പറയുന്നത്. കാരണം കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആദ്യം പറയുന്നത് നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. അവിടെ നിങ്ങളെങ്ങനെ പെർഫോം ചെയ്യുന്നു, ആ ഒരു 5-10 മിനിറ്റിൽ അവർ 10ഓളം സ്കില്ലുകൾ നിങ്ങളെ നോട്ട് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ, ഒരു ടീമിൽ എങ്ങനെ നിങ്ങൾ ചെയ്യാൻ പറ്റും, ക്രിട്ടിക്കൽ തിങ്കിങ്, നിങ്ങളെ ഒരു സാഹചര്യമായിട്ട് നിങ്ങൾ പൊരുത്തപ്പെടുന്നു. കാര്യം ഒരിക്കലും നിങ്ങളുടെ ഡിഗ്രിയിൽ നിങ്ങൾ പഠിച്ചുകൊണ്ട് ഇറങ്ങുന്ന ഒരു ജോലി ചെയ്യേണ്ടി എന്നുള്ളതല്ല. അപ്പം അറ്റ്ലീസ്റ്റ് ആ ടീമിലേക്കെങ്കിലും നിങ്ങൾ എടുക്കാൻ പറ്റുമോ എന്നാണ് അവർ നോക്കുന്നത്. ഞങ്ങളുടെ കമ്പനി നിങ്ങളെ ട്രെയിൻ ചെയ്ത് പ്ലേസ് ചെയ്യാനാണ് നോക്കുന്നത്. സോ നിങ്ങളായി തന്നെ കാണുക, നിങ്ങളുടെ മിററായിട്ട് ഞങ്ങളെ കാണുക, ഞങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുക. എങ്കിലേ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ നിങ്ങളെപ്പോലെ തന്നെയുള്ള ബാക്കി സ്റ്റുഡൻസാണ്. എന്തിനാണ് നമ്മൾ നാണിക്കുന്നത്, നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? ഇപ്പം നമ്മുടെ ദിലീപിൻ്റെ സൗണ്ട് തോമ എന്ന് പറയുന്നത് ഹലോ എൻ്റെ പേര് അനൂപ്, അവർ സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വിക്കുള്ള ഒരു വ്യക്തി, എൻ്റെ പേര്, അവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ പഞ്ചാബ് ഹൗസിൽ ഊമയായിട്ടുള്ള ദിലീപ് വരെ സംസാരിക്കുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്കിലേ ഉള്ളൂ നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ആകത്തുള്ളൂ. സോ ഇതൊരു ബേസിക് നീഡാണ്. അപ്പം ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ആൾക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ള ഓഡിയോ എടുക്കുക. കാര്യം 5 ലക്ഷം കുട്ടികളാണ് കേരളത്തിൽ ഡിഗ്രി തന്നെ പഠിക്കുന്നത്. അപ്പോൾ അതിൽ അവർക്കുണ്ടാകുന്ന ജോലി സാധ്യത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഫ്രണ്ടിൽ വന്ന് 1-2 പ്രാവശ്യം വിളിക്കും. എന്നിട്ട് നമ്മൾ തിരിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അടുത്ത ആളിലേക്ക് പോകും. പിന്നീട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നിങ്ങളുടെ പ്രായത്തിലേക്ക് ഇത് കയറാൻ വലിയ പാടാണെന്ന് എനിക്കറിയാം. പക്ഷേ ആസ് എ മെൻറ്റർ ഞാൻ പറയുകയാണ്, യു ഹാവ് ടു ഡു, പ്ലീസ് ഡു ഇറ്റ്. എങ്കിലേ ഞങ്ങൾക്ക് നിങ്ങളെ ട്രെയിൻ ചെയ്ത് പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. റിക്വസ്റ്റും കൂടെയാണ്. സോ ചെയ്യാത്തവർ ചെയ്യുക. താങ്ക് യു.